നല്ലൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിഗ്രി ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ്സ് കോളേജ് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എന്താണ് സെന്റ് ജോസഫ്സ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. സെന്റ് ജോസഫ്സ് ഒരു കുടുംബമാണ്. എന്താണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ കരുതലാണ്. ഔസേപിതാവിന്റെ ആ ഒരു കരുതൽ, ഉണ്ണീശോനെയും മാതാവിനെയും എങ്ങനെ കരുതൽ കൊടുത്തിരുന്നു, അതേ ഒരു കരുതലാണ് ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, ഞങ്ങളുടെ അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാം പറയാൻ പറ്റും. മാനേജ്മെന്റും എല്ലാവരും ചേർന്ന് നൽകുന്ന ഒരു കരുതലുണ്ട് നമ്മൾ എല്ലാവർക്കും. പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കരുതലിന്റെ ഒരു ഘടകം ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കരുതലാണ് ഞങ്ങളുടെ കരുത്ത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 60 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ വനിതകൾക്കായുള്ള ഒരു കലാലയമായിട്ടാണ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നിലകൊള്ളുന്നത്. ഇവിടേക്ക് വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തോടൊപ്പം സമഗ്രമായ വികസനത്തിനുള്ള അവസരം കൂടെ ഈ കലാലയം ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. ഓരോ അധ്യയന വർഷവും ഏകദേശം 3000-ലധികം വിദ്യാർത്ഥിനികളാണ് ഇവിടെ പഠിക്കാൻ എത്തുന്നത്. അവരിലെല്ലാം തന്നെ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാൻ ഈ കലാലയത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടായിരത്തി 24-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ സെന്റ് ജോസഫ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോണമസ് പദവി ഉള്ളതുകൊണ്ട് തന്നെ സെന്റ് ജോസഫ് കോളേജിന്റെ വെബ് പോർട്ടലായ www.stjosephs.edu.in എന്ന വെബ്സൈറ്റിലുള്ള ഓൺലൈൻ ലിങ്കിലൂടെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് 60 വർഷം പിന്നിടുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ദൈവത്തോടും ഈ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പട്ടണത്തിലെ ഓരോരുത്തരോടും, ഒപ്പം ഈ കലാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും വളരെയധികം ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഈ കലാലയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വളരെയധികം ദൈവപരിപാലനയുടെ ഒരു ഉദാഹരണം. കാരണം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ അന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികൾക്കായിട്ട് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഇരിഞ്ഞാലക്കുടയിലെ ആളുകൾ വന്നിട്ട് ഗബ്രിയേൽ അച്ഛൻ, അന്നത്തെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലെ പ്രിൻസിപ്പളായിരുന്ന ഗബ്രിയേൽ അച്ഛൻ്റെ അടുത്തേക്ക് ഇരിഞ്ഞാലക്കുടയിലെ ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു കോളേജ് വേണ്ടേ, ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞു. ഗബ്രിയേൽ അച്ഛൻ അത് നല്ല മനസ്സോടുകൂടി അത് ഏറ്റെടുത്തിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കലാലയം എങ്ങനെയാണ് സ്ഥാപിതമാകുക തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുട പട്ടണത്തിൽ എന്ന് അറിയാൻ വേണ്ടി അന്നത്തെ കാലത്ത് പല സന്യാസിനി സമൂഹങ്ങളെയൊക്കെ സമീപിക്കുകയുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് ഒരു കലാലയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക വിശുദ്ധ മറിയന്ത്രേസ്യയാണ്. വിശുദ്ധ മറിയന്ത്രേസ്യയുടെ കാരിസം എന്ന് പറയുന്നത് കുടുംബങ്ങളുടെ ക്രൈസ്തവൽക്കരണമാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് നല്ല കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് മറിയന്ത്രേസ്യാമ്മ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് മാളയുടെ അടുത്തുള്ള ഒരു പുത്തഞ്ചിറയിൽ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസം തുടങ്ങിയിരുന്നു അമ്മയുടെ കാലത്ത്. അപ്പൊ അമ്മയുടെ ആ ചൈതന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുത്താൽ തന്നെ കുടുംബങ്ങൾ നന്നായിട്ട് രൂപപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഞങ്ങളുടെ മദർ ജനറൽ ആയിരുന്ന ജോസ്ഫിനമ്മ ഗബ്രിയേൽ അച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഗബ്രിയേൽ അച്ഛൻ അത് പറഞ്ഞു കേൾപ്പോൾ അമ്മ അത് സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്തു. അങ്ങനെ അന്ന് ഞങ്ങളുടെ മറിയന്ത്രേസ്യാമ്മ പറഞ്ഞിരുന്നു, എൻ്റെ മക്കളെ ഞാൻ യൂറോപ്പിലേക്ക് വിട്ട് ഞാൻ വിദ്യ പഠിപ്പിക്കും, അവരെ ഞാൻ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അതിനുവേണ്ടി പറഞ്ഞു വിടുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് അമ്മയുടെ ഈ വാക്കുകള് ജോസ്ഫിൻ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഈ കലാലയം തുടങ്ങണമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ ജോസ്ഫിൻ അമ്മ കുറച്ച് പേര്, അന്നത്തെ കാലത്ത് കുറച്ച് സിസ്റ്റേഴ്സിനെ പുറത്തേക്ക് അമേരിക്കയിലേക്കൊക്കെ പഠിക്കാൻ വിട്ടു.
അങ്ങനെ ഇരിഞ്ഞാലക്കുടയിലെ 20 പേരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എങ്ങനെ ഈ കലാലയത്തിന് വേണ്ടി നമുക്കൊന്നും മൂലധനമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമ്പസിനോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ വാങ്ങി 21 ഏക്കർ നമുക്ക് അന്ന് സ്ഥലം വാങ്ങിയിട്ടാണ് നമ്മൾ ഈ കലാലയം ഇപ്പോൾ ഇവിടെ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തുടങ്ങിയപ്പോൾ 1964 ഈ കലാലയം ജൂൺ മാസം ആരംഭിച്ചപ്പോൾ നമുക്ക് സ്ഥലം എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് കണ്ടംകുളത്തി ജോണിച്ചേട്ടൻ, KP ജോണിച്ചേട്ടൻ അന്ന് മുനിസിപ്പൽ ചെയർമാനും കൂടിയായിരുന്നു ഇരിഞ്ഞാലക്കുടയിലെ. അപ്പൊ അന്ന് ജോണിച്ചേട്ടൻ വളരെയധികം സന്തോഷത്തോടു കൂടി ജോണിച്ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പറമ്പില് ഒരു ചെറിയൊരു ഓല ഷെഡില് ഈ കലാലയം സ്ഥാപിക്കാനായിട്ട് തുടങ്ങാനായിട്ട് പ്ലാൻ ഇട്ടു. അങ്ങനെ അന്ന് ആരംഭിച്ചു. ഒരു 150 കുട്ടികൾ, പ്രീ ഡിഗ്രി ആയിരുന്നു അന്നത്തെ കാലത്ത്. 150 കുട്ടികളും 15 പേരും സ്റ്റാഫും ഒരു എളിയ തുടക്കമാണ് കലാലയത്തിന്റെ അന്നത്തെ ആയിരുന്നത്. ഇന്ന് 60 വർഷങ്ങൾ പിന്നിടുമ്പോൾ 3100 കുട്ടികൾ നമുക്കിവിടെ കലാലയത്തിൽ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 250 സ്റ്റാഫ് ഉണ്ട്, അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ള സ്റ്റാഫ് 250 പേരുണ്ട്. അപ്പൊ അത്രയും ദൈവം നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവപരിപാലനയുടെ വലിയൊരു അത്ഭുതമാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ തിളങ്ങി നിന്ന 2 വനിതാ രത്നങ്ങളായിരുന്നു സാവിത്രി ടീച്ചറും മീനാക്ഷി ടീച്ചറും. ഇവരിരുവരും സെയിന്റ് ജോസഫ്സ് കോളേജിന്റെ സംഭാവനയാണ്. ഏറ്റവും രസകരമായ കാര്യം, 1996 നിയമസഭാ ഇലക്ഷനിൽ ഇരുവരും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇതിലും ഏറ്റവും കൗതുകകരമായ കാര്യം, ഇരുവരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായി നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. സെയിന്റ് ജോസഫ്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത, ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കായിക രംഗത്ത് ഒരുപാട് പേരെ സംഭാവന ചെയ്ത കോളേജാണ് സെന്റ് ജോസഫ്സ് കോളേജ്. നിലവിൽ ഈ കോളേജ് കേരള കോളേജ് ഗെയിംസിലെ വിന്നേഴ്സ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച കലാലയമായി തിരഞ്ഞെടുത്തതും ഈ കോളേജിനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ, അതുപോലെ വോളിബോൾ, ബാസ്കറ്റ്ബോൾ ടീമുകളിൽ ഒന്നാണ് സെയിന്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട. ഫൈൻ ആർട്സിന് വലിയ പ്രാധാന്യമാണ് സെന്റ് ജോസഫ്സ് കോളേജ് കൊടുക്കുന്നത്. ഡിസോൺ, ഇന്റർസോൺ, അതുപോലെ തന്നെ മറ്റ് കലാലയങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിലെല്ലാം കുട്ടികളെ നമ്മൾ അയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ മ്യൂസിക് ക്ലബ്ബും ഡിബേറ്റ് ക്ലബ്ബുമാണ്. ഡിബേറ്റ് മത്സരങ്ങളിൽ ഒരുപാട് സമ്മാനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കോളേജിനെ തേടിയെത്തിയിട്ടുള്ളത്. പ്രത്യേകമായിട്ടുള്ള പരിശീലനവും കോളേജിൽ തന്നെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ചൈന യൂത്ത് ഡയലോഗ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പാർലമെന്റ്, ആ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് വിജയിച്ച പാർവതി അരുൾ ജോഷി കോളേജിന്റെ അഭിമാനമായിരുന്നു.
ഞാൻ സെയിന്റ് ജോസഫ്സ് കോളേജിലെ അവസാന വർഷ PG വിദ്യാർത്ഥിനിയാണ്. എൻ്റെ ഗ്രാജുവേഷനും ഞാൻ സെയിം കോളേജിൽ തന്നെയായിരുന്നു. അപ്പോൾ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു കോളേജാണ് സെയിന്റ് ജോസഫ്സ് കോളേജ്. ഡിഗ്രി കഴിഞ്ഞ് PG ഏത് കോളേജ് സെലക്ട് ചെയ്യണം എന്ന് ആലോചിച്ചപ്പം എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ഓൺലി സെയിന്റ് ജോസഫ്സ്. അപ്പൊ അതിലും പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് സേ ദി ഇൻഫ്രാസ്ട്രക്ചർ. കാരണം അതിൽ ഫസ്റ്റ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് ലൈബ്രറി. ലൈബ്രറിയിലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് ആക്സസിബിലിറ്റി ആണ്. ഈസി ആക്സസിബിൾ ആണ് നമുക്ക് എന്ത് ബുക്ക് ആയാലും, ഈവൻ ഇഫ് ഇറ്റ്സ് റിസർച്ച് വൺ, സ്റ്റഡി മെറ്റീരിയൽസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഭയങ്കര ആക്സസിബിൾ ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ലൈബ്രറി വരുന്നത്. അപ്പൊ അതും എല്ലാ തരത്തിലുള്ള റിസോഴ്സസ് നമുക്ക് എവറിഡേ റീഡിങ്ങിനായിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ, അങ്ങനെ റിസർച്ച് ഗൈഡ്, ഓൺലൈൻ പേപ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും റിസോഴ്സസും നമുക്ക് വളരെയധികം ഈസിലി ആക്സസിബിൾ ആണ് ലൈബ്രറിയിൽ നിന്ന്. ദ സെക്കൻഡ് പ്ലേസ് ഞാൻ കുറച്ചും കൂടെ എന്താ പറയാ റെക്കോർഡിംഗ് സെഷൻസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് ദി ഐലാബ്. ഐലാബിന് പറഞ്ഞിടത്തോളം വളരെയധികം ടെക്നിക്കൽ സൈഡിൽ നിന്ന് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെയധികം പ്രൊഫഷണാലിറ്റിയോട് കൂടെ ഒരു പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നുള്ള റെക്കോർഡിംഗ് സെഷൻസ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഐലാബാണ് നമ്മുടെ കോളേജിലുള്ളത്. PGയിൽ എനിക്ക് വേറെ PGയിൽ നിന്നല്ല എൻ്റെ ഈ ഒരു 4 years ജേർണിയിൽ എനിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കോളേജിൽ തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് ദി ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്. ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആണ് സെയിന്റ് ജോസഫ്സ് കോളേജിലുള്ളത്. അത് ഈവൻ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, ഈവൻ നമുക്ക് മെന്റലി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, ഈവൻ ഇഫ് അക്കഡമിക്സിന്റെ കാര്യമാണെങ്കിൽ കൂടി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, വളരെയധികം നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരുന്ന, എത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി, എന്ത് തരം ഡൗട്ട് ആണെങ്കിൽ കൂടി വളരെയധികം നല്ല രീതിയിൽ ക്ലിയർ ആക്കി തരുന്ന ഒരു ഫ്രണ്ട്ലി നേച്ചറുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് കോളേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതും വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണ് എന്നെ ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി വീണ്ടും സെയിന്റ് ജോസഫ്സ് കോളേജിലേക്ക് എന്നെ എത്തിച്ചതും അതും ഒരു ഫാക്ടറാണ്. നാക് അക്രഡിറ്റേഷൻ നമുക്കറിയാം. ഇന്നിപ്പോ കലാലയം 4 സൈക്കിൾ കംപ്ലീറ്റ് ആക്കി A++, 3.66 out of 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കലാലയത്തിന് നാക് അക്രഡിറ്റേഷൻ അന്ന് ഏറ്റവും അധികം നമ്മളധികം പെൺകുട്ടികളുടെ കലാലയം എഡ്യൂക്കേഷൻ ആദ്യമായിട്ട് തുടങ്ങി വെച്ചപ്പോൾ ആ ഒരു അക്രഡിറ്റേഷന് പോയത് കലാലയമായിരുന്നു. ഇവിടെ അടുത്ത പുറത്തുള്ള കോളേജുകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം പോയത് നമ്മളായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പുതിയ പുതിയ കോഴ്സുകൾ തുടങ്ങുമ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ 2002 തന്നെ നമ്മുടെ കലാലയത്തിൽ ആരംഭിച്ചിരുന്നു, UGCയുടെ ഇന്നോവേറ്റീവ് കോഴ്സായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ നമ്മൾ വർഷങ്ങൾ, ഇപ്പോൾ 3-4 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ള കോഴ്സൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് കോഴ്സുകൾ തുടങ്ങുമ്പോഴും എന്ത് കാര്യങ്ങൾ വെക്കുമ്പോഴൊക്കെ, അതുപോലെ തന്നെ നമ്മൾ നാക്കുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ നമ്മുടെ പുതിയ NEPയുടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ABC അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഡിജി ലോക്കറിലൊക്കെ നമ്മുടെ കുട്ടികളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മളാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മറ്റു കോളേജുകളിലൊക്കെ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം മുന്നിട്ട് നിൽക്കാനായിട്ട് കാര്യങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ ഒരു പടി മുന്നിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് നമുക്ക് സാധ്യതമാകുന്നുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി സെയിന്റ് ജോസഫ് കോളേജ് 4 year UG പ്രോഗ്രാം ഈ വർഷം മുതൽ ഇംപ്ലിമെന്റേഷന്റെ പാതയിലാണ്. എന്താണ് 4 year UG പ്രോഗ്രാം? ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് തന്നെ അവരുടെ കരിക്കുലം ഡിസൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. പലതരം മേജർ വിഷയങ്ങളിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്ത് വിവിധങ്ങളായ മൈനർ പ്രോഗ്രാമുകളിൽ നിന്ന് 2 ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നു. ഒപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും പല സബ്ജക്റ്റുകളിൽ നിന്നായി പഠിക്കാനുള്ള ഓപ്ഷൻസും വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. സെയിന്റ് ജോസഫ് കോളേജ് 15ഓളം സബ്ജക്റ്റുകളിൽ മേജർ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ 20ഓളം മൈനർ പ്രോഗ്രാമുകളും ഓഫർ ചെയ്യുന്നു. സ്റ്റുഡൻസിന് സയൻസ് വിഭാഗത്തിലെ സ്റ്റുഡൻസിന് കൊമേഴ്സ് വിഭാഗത്തിലെ സ്റ്റുഡൻസിന് സയൻസും എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു.
യു ജി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് 4-year UG പ്രോഗ്രാം ഓഫർ ചെയ്യപ്പെടുന്നത്. അഡ്വാൻസ് ലേണേഴ്സിന് 4-year UG പ്രോഗ്രാമിന്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ റിസർച്ചിലേക്ക് സ്റ്റെപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ കരിക്കുലം നൽകുന്നു. +2 തലത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മൈനർ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ കരിക്കുലം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് മേജർ ആയിട്ട് എടുക്കുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ നിങ്ങൾക്ക് മൈനറായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കരിക്കുലം നൽകുന്നു. അതുപോലെ കൊമേഴ്സ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഇക്കണോമിക്സോ മാത്തമാറ്റിക്സോ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും കരിക്കുലം നൽകുന്നു. ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മേജർ അല്ലാത്ത മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി ഈ കരിക്കുലം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആദ്യമായാണ് ഇന്ത്യയിൽ ഉടനീളം നമുക്ക് ലഭ്യമാകുന്നത്. 20ഓളം UG ഓണേഴ്സ് പ്രോഗ്രാമുകൾക്കൊപ്പം തന്നെ 4 ന്യൂ ജനറേഷൻ കോഴ്സുകളായ ബിവോക് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിവോക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ബിവോക് മൈക്രോബയോളജി ആൻഡ് ഫോറൻസിക് സയൻസ്, ബിവോക് മലയാളം ആൻഡ് മാനുസ്ക്രിപ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമുകളും സെന്റ് ജോസഫ് കോളേജ് ഓഫർ ചെയ്യുന്നു. 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ഇൻ ബയോളജി സബ്ജക്റ്റും നമ്മൾ ഓഫർ ചെയ്യുന്നു. നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഭാഗമായുള്ള അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് സംവിധാനം കോളേജ് പൂർണ്ണമായും നടപ്പാക്കിയിട്ടുണ്ട്. 2021 ബാച്ച് മുതലുള്ള കുട്ടികളുടെ ഡിഗ്രി മാർക്ക് ഷീറ്റുകൾ ഡിജി ലോക്കറിൽ അവൈലബിൾ ആണ്. ഒപ്പം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ ക്രെഡിറ്റ് അക്യുമുലേഷനും സാധ്യമായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ പൊളി വൈബുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. 250-ലധികം അധ്യാപകരുള്ള ക്യാമ്പസ് ആണ് ഇത്. അപ്പോ എങ്ങനെയായിരിക്കും 3500ഓളം വരുന്ന കുട്ടികളെ ഈ 250ഓളം അധ്യാപകർ ചേർന്ന് മെന്ററിംഗ് നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ വളരെ നല്ല മെന്റർ മെന്റി സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും വന്ന് പറയാൻ പറ്റുന്ന, എന്ത് സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടമായി ഞങ്ങൾ അധ്യാപകർ പരിണമിക്കുന്നു എന്നുള്ളതാണ് ഈ കോളേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ലാസ് ടീച്ചറെ കൂടാതെ എല്ലാ ക്ലാസ്സിലും 10 കുട്ടികൾക്ക് വീതം കൃത്യമായ മെന്ററിംഗ് അധ്യാപകർ നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും സങ്കടങ്ങളിൽ കൂടെ ഇരിക്കാനും തിരുത്താനും വളരെ പ്രധാനമാണ്. തിരുത്താനും നല്ല ശിക്ഷണത്തിലൂന്നിയ വിദ്യാഭ്യാസം നൽകാനും ഞങ്ങൾ ഇവരുടെ വളരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കോളേജിന്റെ ഒരു പ്രത്യേകത. ഇവിടെ വരുന്ന എല്ലാ പെൺമക്കളെയും കരുതലോടെ, കരുത്തായി, കാവലായി, തിരുത്തലായി അവർക്കൊപ്പം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിയോഗവും. അത് തുടർച്ചയായി ചെയ്യുന്നത് കൊണ്ടാണ് സെയിന്റ് ജോസഫ്സ് കോളേജ് കഴിഞ്ഞ 60 വർഷങ്ങളിലായി കരുതലാണ് കരുത്ത് എന്ന് വിശ്വസിച്ചു പോരുന്നത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.